ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരം ചെറിയൊരു വണ്ടി, അല്ലെങ്കിൽ നല്ല മൈലേജ് വരുന്ന ചെറിയൊരു വണ്ടിയായിട്ട് നമുക്ക് പറയാം. ഈ വണ്ടി മാർക്കറ്റിൽ ഇറങ്ങിയ ടൈമിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഡീസൽ വാഹനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താൻ പോണ ഒരു ഡീസൽ വാഹനം തന്നെയാണ്, വേറെ വണ്ടിയൊന്നുമല്ല, ഷെവർലയുടെ ബീറ്റ് ആണ്. അപ്പോൾ ബീറ്റ് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഒരു കാര്യം, മോഡലും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാൻ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ നോർമലായിട്ട് കാറിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസ് കാണിക്കുമ്പോൾ 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും ഇത് ലെങ്തി ആയി പോകണം. അപ്പോൾ അതിനിടയിൽ ഒരു വിഭാഗം ആൾക്കാരുടെ അടുത്ത് പറയാറുണ്ട് ഇതിനകത്ത് എന്താ പറയുക, എൻജിൻ സൗണ്ട് കേൾപ്പിക്കണം, AC പ്രവർത്തിക്കേണ്ട, കൂളിംഗ് കാര്യങ്ങളൊക്കെ വിശദമാക്കി പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഡോറിൻ്റെ ബീഡിങ് കാണിക്കണം, മറ്റേ സ്ക്രാച്ചോ അല്ലെങ്കിൽ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോയുടെ ലെങ്ത് കൂടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അത് ബോറിംഗ് ആയിരിക്കും. അതിൻ്റെ പേരിൽ തന്നെ ഞാൻ വിശദമായിട്ട് തന്നെ കാറുകൾ കാണിക്കും, ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ കാണിക്കും. പക്ഷേ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ സെക്കൻഡ് ചാനലുണ്ട്, അതിനകത്ത് കൂടി ഞാൻ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ അതിനകത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ സൗണ്ടുകൾ, അല്ലെങ്കിൽ AC എങ്ങനെയാണ്, ACയുടെ പെർഫോമൻസ് കാര്യങ്ങൾ, ACക്ക് സൗണ്ട് എന്തെങ്കിലും ഉണ്ടോ, പിന്നെ ഡോറിൻ്റെ അടിയിലുള്ള എന്തെങ്കിലും തുരുമ്പോ അല്ലെങ്കിൽ പാച്ച് വർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയും. പിന്നെ വണ്ടിയുടെ ഗ്ലാസിൻ്റെ മോഡൽസ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കൂടി, ചെറിയ വീഡിയോ ആയിരിക്കും, ഒരു 3 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഡെയിലി ആ ഒരു ചാനലിൽ കൂടി, വൈഡ് ആംഗിൾ റിവ്യൂസ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ പേര്, അതിൽ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ, വിശദമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുള്ളവർ എന്തായാലും ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടേക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഷെവർലയുടെ ബീറ്റ് ആണ്. 2012 മോഡൽ ഡീസൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഫുള്ള് വ്യൂവും റേറ്റും കാര്യങ്ങളും ലോൺ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടേക്കാം. ഓക്കെ.
കൊണ്ട് കഴിഞ്ഞു 2012 മോഡൽ ഡീസൽ വേരിയന്റ് ആണ്. നല്ല രീതിയിൽ തന്നെ മൈലേജ് തരുന്ന വാഹനമാണ്. ഇത് ഇറങ്ങിയ ടൈമിൽ തന്നെ ഒരു എന്താ പറയുക ഒരു സെൻസേഷനാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഈ വാഹനം എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇതിൻ്റെ റേറ്റ് പറയാം. ഗവൺമെൻറ് എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. പിന്നെ വാഹനത്തിൻ്റെ എഞ്ചിൻ സൗണ്ടും അതേപോലെ തന്നെ AC-യുടെ പെർഫോമൻസും പിന്നെ വാഹനത്തിൻ്റെ ഗ്ലാസ് മോഡൽസും പിന്നെ എന്തെങ്കിലും പാച്ച് വർക്കോ കാര്യങ്ങളോ വിശദമായിട്ടൊക്കെ ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിനകത്ത് ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് 3 മിനിറ്റുള്ള വീഡിയോ ആണ്. ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടേക്കാം. വീഡിയോ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1.18 lakhs ആണ്. എന്നുണ്ടെങ്കിൽ 1,18,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോൻ്റെ താഴെയുള്ള നമ്പറിനകത്തേക്ക് വിളിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ലോൺ അവൈലബിലിറ്റിയും കാര്യങ്ങളും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ലോൺ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഷെവർലയുടെ വാഹനങ്ങൾക്ക് ലോൺ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഇതിൻ്റെ പാർട്സ് ഓർത്താലും വിഷമിക്കേണ്ട ആവശ്യമില്ല. പാർട്സൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്.